കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്ററിൽ ഇത് തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യം. അതായത് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ 4 എണ്ണം ഒക്കെ എഴുതാൻ പറ്റുള്ളൂ, പക്ഷെ നമ്മൾ 6 എണ്ണം പഠിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് അവിടെ ആൻസർ പേപ്പറിൽ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ഒന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു സേഫ്റ്റി ആണ്. റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിനുണ്ട്. ഇനി അടുത്തത് റൈറ്റ് ടു ബി ഇൻഫോംഡ്. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ലഭിക്കാനുള്ള റൈറ്റ് നമ്മളെ കൺസ്യൂമേഴ്സിനുണ്ട്. ഇനി റൈറ്റ് ടു ബി അഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് സർവീസസ് ഒക്കെ ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിനുണ്ട്. ഇനി റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലോയിറ്റേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രൊഡക്റ്റുമായിട്ട് കൺസ്യൂമർ ഫേസ് ചെയ്യുകയാണെങ്കിൽ അവരെ കേൾക്കാനുള്ള റൈറ്റ് ഇവിടെ ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിനുണ്ട്. ഇനി റൈറ്റ് ടു സീക്ക് റെഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരികയാണ് പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട്, അത് കംപ്ലൈന്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിനൊരു സൊല്യൂഷൻ, അതിനൊരു പരിഹാരം ലഭിക്കാനുമുള്ള റൈറ്റ് കൺസ്യൂമേഴ്സിനുണ്ട്. ഇനി ലാസ്റ്റ് റൈറ്റ് ആണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ അല്ലെ. റൈറ്റ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന് അവരുടെ റൈറ്റ് അറിയാനും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അറിയാനുമുള്ള ഒരു അവകാശം കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ മറക്കണ്ട, നാളത്തെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ബൈ.